പൊൻകുന്നം സിവിൽ സ്റ്റേഷനിലാണ് നമ്മുടെ ആർ ടി ഓഫീസ്. വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലേക്ക് രാവിലെ തന്നെ പോയി. എന്നത്തെ പോലെയും 2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ഫൈൻ കെട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞ് എൻ്റെ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുക. അതിനുവേണ്ടി പോയതായി ഓഫീസിൽ. രാവിലെ ബസ്സിൽ കയറി പോവുക. നമ്മൾ ഈ വെയിലും കൊണ്ട് മഴയും അടിച്ച് നമ്മളിങ്ങനെ നടക്കുക. ഇവരുടെ പുറകെ പൈസയും അടച്ച് നമ്മൾ ഫൈനും അടയ്ക്കണം. നമ്മളെന്നിട്ട് ഇവരുടെ പുറകെ നടക്കുക. നമ്മൾ ഫൈൻ അടച്ച് കഴിഞ്ഞിട്ട് ഇത് 3-ാമത്തെ ആഴ്ചയായി. നമ്മൾ ഇന്ന് ചെന്നപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ ആളില്ല. ആ ചേച്ചി പറഞ്ഞു, മോനെ ഞാൻ തന്നെ ഉള്ളൂ, ഇവിടെ ഒച്ച വെച്ചിട്ട് വേളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല, ഒഴിഞ്ഞു കിടക്കുന്ന കസാരകൾ മോൻ്റെ കണ്ണിൽ പെട്ടില്ലേ. ഗണേഷ് കുമാർ സാറിന് വരെ പരാതി പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വരുന്നവരെല്ലാം കുത്തിപ്പിടിച്ച് മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഏതാ നമ്മുടെ പണ്ട് തന്നെ ഒരു പാർന്നമാരൊരു പഴഞ്ചൊല്ല് പറയില്ല, പട്ടി എന്തൊക്കെയോ എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഡോഗ് പർച്ചേസിങ്ങിന് പോയെന്ന് പറഞ്ഞ പോലെ നമ്മൾ പോയി ഇരിക്കുക. ആ സിവിൽ സ്റ്റേഷൻ്റെ അകവും മുഴുവൻ ചപ്പും ചവറും. എന്നിട്ട് പകലില്ലാതെ എല്ലാവരെയും ഉപദേശിക്കുക, നിങ്ങൾ ചപ്പ് അവിടെ ഇടില്ല, നിങ്ങൾ ചപ്പ് ഇവിടെ ഇടല്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തന്നെ നമ്മളൊന്ന് കയറി നോക്കണം. എന്നിട്ടോ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി കിടക്കുന്ന പെറ്റ തള്ള സഹിക്കത്തില്ലാത്ത പോലെ. പൈസയ്ക്ക് ആവശ്യമില്ല, പുതിയ പുതിയ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ ആക്രിക്കാലും തൂക്കി വിറ്റാൽ പൈസ കിട്ടുമല്ലേ. ടയറും പോയി നല്ല ഒന്നാന്തരം വണ്ടികളൊക്കെ കിടന്ന് നശിക്കുക. നമ്മുടെയൊക്കെ ഗതി അതോ ഗതി. നമ്മളൊക്കെ ഇവൻ്റെയൊക്കെ പുറകെ നടക്കണം. AL34 മോട്ടോർ വെഹിക്കിൾ ഓഫീസിൽ നമ്മളിപ്പോൾ ഒന്ന് പോയി നോക്കണം. പൊൻകുന്നത്തെ ഓഫീസ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ അകത്ത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മളെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ഓരോ പരിപാടികളും നമുക്കിങ്ങനെ ചിലപ്പോൾ നമ്മൾ ഓവർ സ്പീഡിൽ പോയി കാണാം. നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പം പെറ്റി അടിക്കുന്നതാവാം. ഏതുമാകട്ടെ, നമ്മുടെ വണ്ടികൾ വിൽക്കാൻ ചെല്ലുമ്പോഴോ അതോ നമ്മളൊരു ലോൺ ഇടുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വണ്ടിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ നിൽക്കുന്നത്. അന്നേരം ഇപ്പോൾ നമ്മുടെ വണ്ടിയെപ്പറ്റി നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് പെറ്റി അടിച്ചേക്കുന്നൊക്കെ മെസ്സേജേ വരുള്ളൂ. ഇപ്പോൾ ഫോണിൽ വിളിച്ച് പറച്ചിലൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ആ വണ്ടിയുടെ ഒരു ആവശ്യമായി ചെന്നപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിപ്പം 3 ആഴ്ചയ്ക്ക് മുന്നേ അതിൻ്റെ കംപ്ലൈൻറ്റുകളെല്ലാം മാറ്റി നമ്മൾ ഫൈനെല്ലാം കെട്ടണടുത്ത് എറണാകുളത്ത് അവിടെ എല്ലാം നമ്മൾ കെട്ടി എല്ലാം ലെവൽ ചെയ്ത് ക്ലിയർ ആക്കി ഇട്ടിട്ട് ആ കമ്പ്യൂട്ടറിൽ ആ കുണൂണ അടിക്കുന്ന ആ സാധനത്തിൽ അവർക്ക് ഒരു നിമിഷം ഒരു സെക്കൻഡ് അവിടെ ജോലി ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. കാരണം ഇപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറയുക, മക്കൾ ഉടക്കുണ്ടാക്കുമോ വഴക്കുണ്ടാക്കുമോ എന്നാ വേണം ചെയ്തു. ഗണേഷ് കുമാർ സാറിന് വരെ ഇവിടുന്ന് കംപ്ലൈൻറ്റ് പോയിട്ടുള്ളതാണ്. ഇവിടെ ആൾക്കാരില്ല, കസാര ഒഴിഞ്ഞു കിടക്കുവാണ്, കസാരയെല്ലാം ഒഴിഞ്ഞു കിടക്കുവാണ് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് വിടുന്നുണ്ട്, പക്ഷേ എന്താ അവിടെ ജോലിക്കാരില്ല. അപ്പോൾ അവിടെ ചെല്ലുന്ന നമ്മുടെ ഈ പൊൻകുന്നം ആർ ടി ഓഫീസിൽ ചെല്ലുന്നവരെല്ലാം, ഈ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ ചെല്ലുന്ന, സിവിൽ സ്റ്റേഷനിൽ പൊൻകുന്നത്ത് ചെല്ലുന്ന എല്ലാവരുടെയും അവസ്ഥ വളരെ കഷ്ടമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഈ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. അവരുടെ വീട് ചുമ്മാ ഇരിക്കും എല്ലാവരും വന്നു. ഞാൻ തന്നെ ഇപ്പം 3 ദിവസം നമ്മുടെ പണിയും മെനക്കെട്ട് പൊൻകുന്ന ഓഫീസിൽ പോട്ടെ. അത് ജസ്റ്റ് ആ കമ്പ്യൂട്ടറിൽ ഞെക്കിയാൽ മതി. നമ്മൾ ഫൈൻ കെട്ടി നമ്മുടെ സാധനത്തിൽ തിന്ന് നടക്കുന്ന എല്ലാവരും ഉള്ള ആ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ ഫൈനും കെട്ടിയിട്ട് നമ്മൾ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ മറ്റേ പട്ടി ചന്തയ്ക്ക് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡോഗ് പർച്ചേസിങ്ങിന് പോയി നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കുക. ഇപ്പോൾ നോക്കി നമ്മുടെയൊക്കെ അവസ്ഥ.